ഈ അവസാന നിമിഷത്തിൽ എനിക്ക് എന്താ പറയാനുള്ളത്? ഇന്ന് April 13th, നാളെ വിഷുവാണ്. അതുകൊണ്ട് തന്നെ ഇന്നലെ രാത്രിത്തെ ബസ്സിന് തന്നെ ഞാൻ കൊച്ചിയിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വീട്ടിലോട്ട് പിടിച്ചു. രാവിലെ താമരശ്ശേരി എത്തിയപ്പം അനിയത്തി വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് വിഷുവിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട്. അങ്ങനെ നേരെ വീട്ടിലെത്തി നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ വീട്ടിൽ അപ്പവും പിന്നെ ചിക്കൻ സ്റ്റൂവും ബീഫും ഒക്കെ ഉണ്ടായിരുന്നു. അടുത്ത വീട്ടിലെന്തോ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, അപ്പോൾ അങ്ങനെ കൊണ്ടുവന്നത്. അങ്ങനെ സുട്ടുമോ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൻ്റെ കൂടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തു. ഈ വിഷു വ്ളോഗ് ഒട്ടും പെർഫെക്റ്റ് അല്ല കേട്ടോ, കാരണം നാളെ എനിക്ക് വൈകുന്നേരം തന്നെ ഞാൻ പോകും. എനിക്ക് ഒരു ഷൂട്ടുണ്ട് മലപ്പുറത്ത്. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ നല്ല ചെറിയൊരു മഴ പെയ്തു. അങ്ങനെ നമ്മൾ നോർമലി ഉള്ള വിഷു കലാപരിപാടികളിലോട്ട് തുടങ്ങുകയാണ്. സോന എവിടെയാണ് കൊണ്ടുവച്ചേക്കണത്? ലൈറ്റിൻ്റെ ഒക്കെ ചോട്ടില് അതുണ്ടല്ലോ, അവിടുന്ന് പറഞ്ഞ് ഇങ്ങോട്ടാ വരാം. നോക്കോ, അപ്പോൾ പേപ്പറിൻ്റെ ഉള്ളിൽ ചുരുട്ടി മുട്ടായി പോലെയൊക്കെ വെച്ചേക്കണതാ. നന്നായി, നല്ല അന്തസ്സായിട്ട് ചീറ്റി പോയിട്ട്. ഇവര് 2 മണിക്കൂറായി 2 കമ്പിത്തിരി കത്തിക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ കത്തുന്നില്ല. ഇതാര് കത്തിക്കും? ഡ്യൂപ്ലിക്കേറ്റ് സാധനം വാങ്ങിച്ചെന്ന് തോന്നുന്നു. ആ സാരമില്ല, ഞങ്ങൾ ആദ്യം പറഞ്ഞു ഇവള് സോന അങ്ങോട്ട് എടുക്കാൻ വരുമ്പോൾ ഞാൻ പറഞ്ഞു അവരോട് ചോദിച്ചിട്ടാണ്. എന്താണെന്നറിയില്ല, എനിക്കെപ്പോഴും ഓണത്തിനേക്കാട്ടും കുറച്ചും കൂടെ എക്സൈറ്റ്മെൻ്റ് ഉള്ളത് വിഷുവിനാട്ടോ. ചെറുപ്പം തൊട്ട് അങ്ങനെ. അതെന്താണെന്നറിയില്ല, എനിക്ക് വിഷുക്കണി, നമ്മളിങ്ങനെ പൂത്തിരി കത്തിക്കുക, പടക്കം പൊട്ടിക്കുക, എനിക്കതൊക്കെ എന്താണെന്നറിയില്ല. എനിക്ക് പണ്ട് തൊട്ടേ എനിക്ക് അതിനോടാണ് കുറച്ചും കൂടെ ഇഷ്ടം. നിങ്ങൾക്ക് ഏതാ ഇഷ്ടം എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യൂട്ടോ. ഈ അവസാന നിമിഷത്തിൽ എനിക്ക് എന്താ പറയാനുള്ളത്? രഞ്ജിമ പണ്ടാരെ എനിക്ക് പടക്കം പൊട്ടിക്കാൻ ഭയങ്കര പേടിയാണ്, പക്ഷെ എനിക്ക് പടക്കം പൊട്ടിക്കാൻ വേണം. എന്താല്ലേ? മാറ് മാറ്. മാറിക്ക് മാറിക്ക്. പിന്നെ എപ്പോഴും പടക്കമൊക്കെ പൊട്ടിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ട് ചെയ്യണം കേട്ടോ, കാരണം തീയാണല്ലോ. പിന്നെ ഞങ്ങൾ അടുത്ത പടക്കം പൊട്ടിച്ചപ്പോൾ ചെറുതായിട്ടൊന്ന് പറന്ന് ഞങ്ങളുടെ അടുത്തോട്ട് വന്നായിരുന്നു, പക്ഷേ എന്തോ ഭാഗ്യം കൊണ്ട് ഒന്നും ഉണ്ടായിട്ടൊന്നുമില്ല കേട്ടോ. ആസ് യൂഷ്വൽ നമ്മൾ സദ്യയിലോട്ട് എടുക്കുമ്പം ഇത്തവണ സോനേൻ്റെ സ്പെഷ്യൽ പൈനാപ്പിൾ പച്ചടി ഉണ്ടായിരുന്നു. പിന്നെ എനിക്കിഷ്ടമുള്ള ഓല ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, സാമ്പാർ, മീൻ പൊരിച്ചതൊക്കെ ഉണ്ടായിരുന്നു, ഉപ്പേരി ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചിരിക്കുമ്പോഴാണ് ദേണ്ട ഒരാൾ വന്നു. അമ്മേൻ്റെ പുതിയ ഫ്രണ്ടാണ് കേട്ടോ ഈ ഒരു പൂച്ച. അവനവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു കുറേ നേരമായിട്ട്. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ നമ്മളിതാ കുറച്ച് നേരം റെസ്റ്റ് ഒക്കെ എടുത്ത് പായസം കുടിച്ചു. അടപ്രഥമനായിരുന്നു, എനിക്ക് ഏറ്റവും ഇഷ്ടം അടപ്രഥമനാണ് കേട്ടോ. ഞാൻ അതുകൊണ്ട് എപ്പോഴും അമ്മേൻ്റെ അടുത്ത് ഉണ്ടാക്കാൻ പറയും. പിന്നെ എനിക്കിഷ്ടമുള്ളത് നമ്മളുടെ അമ്പലത്തിലൊക്കെ കിട്ടുന്ന പാൽപ്പായസമല്ലേ, അതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് രണ്ടുമാണ് എൻ്റെ ഫേവറേറ്റ് പായസംസ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഒരു റീൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടി നമ്മളിതാ പുഴേൻ്റെ അടുത്തൊക്കെ പോയിട്ട് റീൽ ഷൂട്ട് ചെയ്തു. ഞാൻ വേണമെങ്കിൽ അത് ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം, എന്നിട്ട് ലിങ്ക് കൊടുക്കാം. അപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. വിഷു വ്ളോഗ് ഞാനിവിടെ എൻഡ് ചെയ്യാണ്, കാരണം എനിക്ക് ഈവനിങ് ഷൂട്ടിന് പോകാനുണ്ട്. അപ്പോൾ ഈ ഒരു കുട്ടി വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ, ബൈ, സീ യു.